ഹലോ, ആരുമില്ലേ ഓൺലൈനിൽ? നമസ്കാരം. സോഷ്യൽ മീഡിയ തുറന്നാൽ ശബരിമലയിലെ സ്വർണം പൂശലും സ്വർണം അടിച്ചു മാറ്റലും ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒട്ടേറെ ചർച്ചകളാണ് അതിനുമേൽ നടക്കുന്നത്. വിശ്വാസത്തെ മോഷ്ടിക്കുന്നു, വിശ്വാസത്തെ അടിച്ചു മാറ്റുന്നു, സ്വർണം അടിച്ചു മാറ്റി ചെമ്പ് പൂശുന്നു, ചെമ്പടിച്ചു മാറ്റി സ്വർണം എന്ന് വേണ്ട എന്തെല്ലാം രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. മാധ്യമങ്ങളൊക്കെ അതൊക്കെ അങ്ങ് ആഘോഷിക്കുക. ഈ മാധ്യമങ്ങൾ ആഘോഷിക്കുമ്പോൾ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് പിണറായി സർക്കാരിനെയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെയാണ്. ഈ സർക്കാർ എന്ത് പഴച്ചു? അല്ല, എനിക്കറിയാൻ മേലാത്തൊരു കാര്യമാണ്, ഈ സർക്കാർ എന്താണ് അതിനകത്ത് ചെയ്ത തെറ്റ്? ഈ സർക്കാർ അടിച്ചു മാറ്റിയോ? തീർച്ചയായും അവിടെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഈ സർക്കാരിന്റെ കാലത്തല്ല, ഏത് സർക്കാരിന്റെ കാലത്തായാലും, ആര് ഭരിച്ചിരുന്ന കാലത്തായാലും കുറ്റക്കാരെ കണ്ടുപിടിച്ച് കൃത്യമായി അതിനുള്ള ശിക്ഷ കൊടുക്കണം. അതാവശ്യമാണ്. രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ കോൺഗ്രസും UDF-ഉം അതുപോലെ തന്നെ BJP-യും NDA-യും ഒക്കെ ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് കേരള സർക്കാരിനെയാണ്, അതായത് പിണറായി വിജയൻ ഗവൺമെന്റിനെയാണ്. എന്തെല്ലാം ആക്ഷേപങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ അവരവർക്കാവും വിധം പടച്ചുവിടുന്നത്. വ്യക്തിപരമായും കൂട്ടായും ഗ്രൂപ്പായും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഒക്കെ പടച്ചുവിടുന്നത് ഇവിടുത്തെ പിണറായി സർക്കാരിനെ പ്രതിയാക്കിയാണ്. ഞാൻ അതിനെ തെറ്റ് പറയുന്നില്ല. മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യണം, വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കണം. അതിനെ ഒരിക്കലും ഞാൻ തെറ്റ് പറയില്ല. സംഭവം സത്യമായ രീതിയിലാണ് അവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിന് ഉത്തരവാദി പിണറായി സർക്കാരാണോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിണറായി സർക്കാർ അതിന് ഉത്തരവാദിയാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും, എൻ്റെ കാഴ്ചപ്പാടിൽ ഒരിക്കലും പിണറായി സർക്കാർ അതിന് ഉത്തരവാദിയല്ല. പക്ഷേ ഇത് നടന്ന സമയത്ത് അന്നത്തെ കാലത്തെ ഭരിച്ചിരുന്ന ഗവൺമെന്റും അന്നത്തെ കാലത്ത് ഭാരവാഹികളായിരുന്ന അല്ലെങ്കിൽ ഈ സ്ഥാനം വഹിച്ചിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒക്കെ പ്രതികളാണ്. അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം, അല്ലേ? ഇവിടെ കോൺഗ്രസിന്റെ ഒരു മന്ത്രി അഴിമതി കാണിച്ചതിന് അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടി അന്വേഷണം നേരിടുക. എറണാകുളം ജില്ലയിലെ അന്നത്തെ ഒരു മന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി അന്വേഷണം നേരിടുന്ന ഒരു മുൻ മന്ത്രിയുണ്ട്. അതുപോലെ മറ്റൊരു മന്ത്രി, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന മറ്റൊരു മന്ത്രിയുടെ സഹോദരൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹവും ദേവസ്വം ബോർഡിൽ അഴിമതി നടത്തി അന്വേഷണം നേരിടുന്നുണ്ട്. ഇത് CPM ഭരിച്ചിരുന്നപ്പോഴോ അല്ലെങ്കിൽ LDF സർക്കാർ ഭരിച്ചിരുന്നപ്പോഴോ അല്ല. UDF സർക്കാർ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും അതുപോലെ തന്നെ കെ കരുണാകരൻ ഭരിച്ചിരുന്ന കാലത്തും AK ആന്റണി ഭരിച്ചിരുന്ന കാലത്തും ഒക്കെ അഴിമതികൾ നടന്നിട്ടുണ്ട്. അതിനൊക്കെ നടപടികൾ നേരിടുന്ന
മുൻ മന്ത്രിമാരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്. അത് നമുക്ക് നിഷേധിച്ചിട്ട് കാര്യമില്ല. അവരാണ് പറയുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ പിണറായി സർക്കാരിൻ്റെ തലയിലാണെന്ന്, അവരുടെ ചുമതലയിലാണെന്ന്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ വെട്ടിപ്പുകളും ഇതുപോലുള്ള തട്ടിപ്പുകളും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, ആവശ്യമാണ്. അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം. കുറ്റക്കാർക്കെതിരെ നടപടി എടുത്തെങ്കിൽ മാത്രമേ മാത്രമല്ല അത് മാതൃകാപരമായിരിക്കണം. എങ്കിലേ മറ്റുള്ളവർക്ക് അതൊരു പാഠമായിരിക്കും. പറഞ്ഞു കേട്ടതനുസരിച്ചാണെങ്കിൽ കോടികളുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം, അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി കണ്ടുപിടിച്ച് അതിലെ യഥാർത്ഥ കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണം. അമ്പലത്തിലെ ആയാലും പള്ളിയിലെ ആയാലും മോസ്കിലെ ആയാലും ഇതുപോലുള്ള മോഷണങ്ങൾ നടത്താൻ പാടില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തട്ടിപ്പ് നടത്തിയ സംഭവമൊക്കെ നമുക്കറിയാം. അങ്ങനെ ഓരോ ക്ഷേത്രത്തിലും, അതുപോലെ പള്ളികളിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. എന്തിനു പറയുന്നു? വൈദികർ പോലും തട്ടിപ്പുകൾ നടത്തുന്ന പള്ളികളുണ്ട്. സഭകളിൽ, പള്ളികളിൽ വഞ്ചിപ്പെട്ടി കുത്തി തുറന്ന് മോഷണം നടത്തുന്ന വൈദികരുണ്ട്. എനിക്കറിയാവുന്നൊരു സംഭവമുണ്ട്. കൊല്ലം ജില്ലയിലെ ഒരു ആശ്രമത്തിലെ ആശ്രമത്തിലെ വൈദികൻ, അവിടെ മറ്റൊരു വൈദികന്റെ ബന്ധു ആ വൈദികനെ കാണാൻ വന്നപ്പോൾ വഞ്ചിയിൽ 5000 രൂപ നേർച്ചയായിട്ടിട്ടു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞ് വഞ്ചി പൊട്ടിച്ചപ്പോൾ ആ 5000 രൂപ കാണാനില്ല. അത് കൈയോടെ പിടികൂടി, അത് വേറെ കാര്യം. അതുപോലെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ഒരു കാതോലിക്ക ബാവയുടെ കുരിശും മാലയും ഒക്കെ, ഇദ്ദേഹം ഇട്ടിരുന്ന മാലയും സ്വർണ്ണ കുരിശും ഒക്കെ അതുവരെ അടിച്ചു മാറ്റിയ വൈദികർ ആ സഭയിലുണ്ട്. ഞാനും ആ സഭക്കാരനാണ്, ക്ഷമിക്കണം പറയുന്നതിൽ. ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ, മോഷണങ്ങൾ, തട്ടിപ്പുകൾ അത് കണ്ടെത്തി അതിന് മാതൃകാപരമായി ശിക്ഷിക്കേണ്ട ചുമതല ഭരിക്കുന്ന സർക്കാരിനുണ്ട്. അതാണ് പിണറായി സർക്കാർ ചെയ്യേണ്ടത്. സർക്കാർ അല്ലാതെ സർക്കാർ മോഷണത്തിന് കൂട്ടുനിൽക്കുകയല്ല വേണ്ടത്. കുറ്റക്കാരെ കണ്ടുപിടിക്കണം, ഉറപ്പായിട്ടും കണ്ടുപിടിക്കണം. അവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം. എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലും നടക്കുന്നത്? ഇതിൻ്റെ എല്ലാം ഉത്തരവാദി പിണറായി സർക്കാർ എന്നുള്ള നിലയിലാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്, മുൻ മന്ത്രിമാരാണ്, അവരാണ് പ്രതികൾ, അവരുടെ ആളുകളാണ് പ്രതികൾ. അവർ ചെയ്തു കൂട്ടിയ അഴിമതികൾ, ആ അഴിമതികൾക്ക് കുട പിടിച്ചവർ, അതിനൊക്കെ കേസുകളും വഴക്കുകളുമായി അവർ പ്രതിസ്ഥാനത്തുണ്ട് പലരും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവരൊക്കെ ഇതിന് ഉത്തരവാദികളാണ്. അതെല്ലാം മറച്ചു വെച്ചിട്ടാണ് അവർ ഇപ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിനെ കുറ്റം പറയുന്നത്. പിണറായി സർക്കാരാണ് ഇതിനെല്ലാം കുട പിടിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞോട്ടെ,
സത്യം സത്യമല്ലാതാവില്ലല്ലോ. സത്യം ജനങ്ങൾക്കറിയാം. ഇന്ന് വിരൽത്തുമ്പിലാണ് ജനങ്ങൾക്ക് സത്യങ്ങൾ അറിയാൻ ഉള്ള സംവിധാനമുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒറ്റ കാര്യമുള്ളൂ, യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിച്ച് അവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം. അതിന് പിണറായി സർക്കാർ തയ്യാറാവണം. പിണറായി സർക്കാർ അതിന് മുന്നിൽ നിൽക്കണം. അത് മാത്രമേ പറയാനുള്ളൂ.